How can we not talk about family when family's all that we got? Everything I went through, you were standing there by my side, and now you gonna be with me for the last ride. അപ്പോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞങ്ങള് മൂന്നാറ് വന്നിരിക്കുകയാണ്. ഇപ്പോ നമ്മൾ നിറയൂരെത്തി. രണ്ടാളല്ല, ട്രാവലറിലാണ് വന്നിരിക്കുന്നത്. ഏട്ടന്മാരൊക്കെ ഉണ്ട്. അവര് ചായ കുടിക്കുന്നുണ്ട്. നമ്മളെത്തിയുള്ളൂ, കാലത്ത് നേരത്തെ ഇറങ്ങി. നമ്മള് 4 മണിക്ക് ഇറങ്ങി. അവിടെ എല്ലാരും ചായ കുടിക്കുന്നുണ്ട്. നമുക്ക് നേരെ അവിടെ പോവാം. അതെ, അപ്പൊ ഈ ചായന്റെ പൈസ ബ്ലോഗേഴ്സ്മാർ കൊടുക്കുന്നതായിരിക്കും. സ്പോൺസർ ആവാൻ വേഗ സ്പോൺസർ ചെയ്യില്ലേ കടയാ എന്താ വെച്ച് ഓക്കെ നിഖില് എല്ലാവർക്കും സ്പോൺസർ റാക്കം കാലിക്കോളെ. ചായ 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 ഇതാ ഇവിടെ നമ്മുടെ ആശൻ ഇവിടെ ആശായി. A few moments later. ഡിങ്കിടാക്ക് ഡിങ്കിടാക്ക് ഡിങ്കിടാക്കടാ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ ഫസ്റ്റ് സ്പോട്ടായ വാട്ടർഫോൾ കാണാൻ പോവാണ് മൂന്നാറിലെ. നല്ല അഭിപ്രായം? നല്ല അഭിപ്രായം. നല്ല രമണീയമായ സ്ഥലം. നീ ആ സ്ഥലം കണ്ടിട്ട് പറയാം. മൂന്നാറിൽ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അച്ഛനെ റിപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഗൈഡായിട്ട് കൂട്ടിട്ട് പോകും. എല്ലാം അറിയും. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഇതിൽ ഡിസ്ക്രിപ്ഷന്റെ താഴെ. അത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ വാട്ടർഫോള്. വാട്ടർഫോൾ എങ്ങനെയുണ്ട്? 50 രൂപ ടിക്കറ്റ് കൊടുത്ത് കാണണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ പരിപാടിക്ക് നിൽക്കുന്നില്ല. നമ്മുടെ ഏട്ടൻ വൊമിറ്റ് ചെയ്യാൻ തോന്നിട്ട് വണ്ടി നിർത്തിയിരിക്കാണ്. വൊമിറ്റ് ചെയ്ത് ഹാപ്പി അല്ലേ? പക്ഷെ ഇവിടെ തണുപ്പൊക്കെ കുറവാണ്. ഞങ്ങൾ വന്നപ്പോ ഫുള്ള് വെയിലായി ഇല്ലേ? അതെ, മലേഷ്യ കേരളം. അതോടെ ലുക്ക് അതിന്റെ അതെ ആവശ്യമായിട്ടുള്ള ലുക്ക് അതിന്റെ. പണ്ടൊരു വേറൊരു കാലം. ഇപ്പോഴത്തെ സൂര്യനാരായണ വർമ്മയല്ല ഞാൻ. എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട്, ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു കാലം. ഗായ്സ്, നമ്മളിതാ മാട്ടുപ്പെട്ടി ഡാമെത്തിന്റെ. അപ്പൊ നമ്മളിവിടെ പോകുന്നുണ്ട് അല്ലേ? നമ്മുടെ പെഡൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് അല്ലേ? സൺഡേ നമ്മളെ ചില്ലറ ഓളം ഉണ്ടാക്കിയിട്ടല്ലേ വന്നത്. നല്ലപോലെ ഓളം ഉണ്ടാക്കിയിട്ടാണ് ഗായ്സ് വന്നത്.
നിഖിലേ, മാട്ടുപ്പെട്ടി ഡാമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതെ, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പൊ ഗായ്സ്, ഇതാണ് മാട്ടുപ്പെട്ടി ഡാം, മൂന്നാർ. ഗായ്സ്, ഇവിടെ ഹോഴ്സ് റൈഡിങ് ഒക്കെ ഉണ്ട്. ഇവിടെ കുറേ ഫോട്ടോ എടുക്കുന്നുണ്ട്. സംഭവം അവർ തന്നെ കോസ്റ്റ്യൂം എല്ലാം കൊടുക്കും. ഈ കൊട്ട ഈ കാര്യങ്ങളൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നല്ല വ്യൂ ഉണ്ട് ഇവിടെ. എന്റെ ഓൾറെഡി പഴയ ഞാൻ ഇവിടുന്ന് കട്ടെടുത്ത് ഓക്കെ. കുന്തോട്ട് ഇത് സൂപ്പർ ആയിട്ടുണ്ട്. എവിടെ കുന്തോട്ട് നോക്കി നമ്മൾ ഈ കണ്ണാടി എടുക്കാൻ വേണ്ടാണ്. എന്റെ ആണോ നന്നായിട്ടുള്ളത്. എവിടെ കുന്തോട്ട് ഗായ്സ്, അപ്പൊ നമ്മുടെ മാട്ടുപ്പെട്ടി ഡാമില് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിരിക്കാണ്. ഇന്നലെ കണ്ണടി എടുത്തിട്ടുണ്ട്. നമ്മളിനി ഈ കടയും കൂടി പർച്ചേസ് ചെയ്യാം അല്ലേ? അപ്പൊ ഗായ്സ്, നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ ഫുള്ള് ബ്ലോക്കാണ്, ഹെവി ബ്ലോക്ക്. അതിനേക്കാൾ നല്ല ചൂട്, ഹെവി ചൂട്, തണുപ്പ് ഒരു പൊട്ടില്ല. മൂന്നാറിന് എക്കോ പോയിന്റിലേക്കുള്ള എൻട്രൻസ് ആണ് ഗായ്സ്. ഇത് ഇതാണ് എക്കോ പോയിന്റ്. കേൾക്കണ്ട, പൈസ കൊടുത്ത് പോരാവും. ഇവിടുന്ന് കത്തി കേക്കില്ല, 10 രൂപ കൊടുത്ത് കത്തി കേൾക്കുന്നതാണ് പറയുന്നത്. ഇപ്പൊ ഉള്ളൊരു 5 പേർക്കുള്ള ടിക്കറ്റ് എടുക്കണം ഗായ്സ്. 10 രൂപയാണ് എക്കോ പോയിന്റിലേക്കുള്ള എൻട്രൻസ്. അതെ അതെ, കേൾക്കുന്നുണ്ട്. അപ്പുക്കുട്ടാ, നീ പോരടോ. ഞാൻ ജയിച്ചു. റൗഡികൾ വന്നു. ഇവിടെ ഹെവി ഫോട്ടോഷൂട്ടാണ്. റീൽസിനോട് കിട്ടിയോടാ സ്ലോ മോഷൻ. ഇത് വൈറലാവും. ഗായ്സ്, നമ്മൾ ഹൗസ് ബോട്ടിന്റെ അവിടേക്കാണ് പോകുന്നത്. ഗായ്സ്, ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. സംഭവം അരമണിക്കൂർ ടൈം. 4 പേർക്ക് 600 രൂപയാണ് ചാർജ് ചെയ്തത്. നമ്മളിപ്പോൾ പോകാനുള്ള പ്ലാനിലൊന്നും ഇല്ല. ആരെങ്കിലും വന്ന് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. സോ ഗായ്സ്, നമ്മളിപ്പോൾ കുണ്ടളം ഡാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുന്നുണ്ടെങ്കിൽ എല്ലാ ഡിസ്ക്രിപ്ഷനില് അച്ഛൻ്റെ നമ്പർ ഉണ്ടാവും. ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ കൊടുക്കും. എന്ത് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതെ, അത്രേ ഉള്ളൂ.
അത്യാവശ്യം തണുപ്പ് വന്നു തുടങ്ങിയില്ലേ? നല്ലതാണ്. ഞാൻ പാന്റ് ഊരിയതായിരുന്നു. നമ്മളിപ്പോ ഗോവയിലൂടെ നടക്കണ പോലെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ, ഞാൻ പാന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ട്രൗസർ ഇട്ടു. മാറ്റണം. ഇതാണ് കൊണ്ടുണ്ടാവും. ഇവിടെ പാകിസ്ഥാൻ ഇന്ത്യയും കൂടി യുദ്ധം നടക്കണ പോലെ കളിയാണ്. ഹായ് ഗായ്സ്, നമ്മളിപ്പോ കുണ്ടലൻ ഡാമിലാണ്. അപ്പൊ ഗായ്സ്, നമ്മൾ കുണ്ടലൻ ഡാമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളുടെ പരിപാടി ഇതോ അച്ചു ബിഗ് ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ പോവാം വണ്ടിയുടെ അടുത്തേക്ക്. അപ്പോൾ ഗായ്സ്, നമ്മുടെ കേരള ഗവൺമെന്റ് ഒരു ഉല്ലാസയാത്ര പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ട്. അതിനായി കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. അതിന്റെ കുറെ പാക്കേജ് ഉണ്ട്. പക്ഷേ എന്താ പറയാ, പാട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മളെ അഫോർഡബിൾ ആയ പ്രൈസിലായിരിക്കും ഇത്. പിന്നെ ഒന്ന് കല്യാണ പരിപാടിക്ക് വിളിച്ചാൽ നമ്മുടെ വണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ എല്ലാരും വണ്ടി കയറിയിട്ടുണ്ട്. എല്ലാരും കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ആൾക്കാരൊക്കെ വണ്ടി കയറി. രാകേഷ് ചേട്ടാ, എല്ലാരും വണ്ടി കയറിയില്ലേ? ഓക്കെ, പോവല്ലേ? എല്ലാരും റെഡി അല്ലേ? എന്നടാ പണ്ടേ ബ്ലോഗിലൊരു ഹായ് പറയും. எங்க குடு குடு அப்ப நான் கொஞ்சம் பாக்கட்டுமா? തിരിക്കും വെച്ചു പിള്ളേരുടെ സാധനം അവിടെ മക്കളുടെയാണ്. ഉള്ളി വന്നില്ല. ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഓംലേറ്റും ചോളവും ഒക്കെ കഴിച്ച് ഫണ്ടായിട്ട്. എങ്ങനെയുണ്ടായിരുന്നു റോസ് ഗാർഡനെ പറ്റി ഒരു അഭിപ്രായം? ബൊട്ടാനിക്കൽ ഗാർഡൻ റിയലി അമേസിംഗ്. മ്യൂസിക് ഫൗണ്ടൻ അമേസിംഗ് ആയിരുന്നു. യൂട്യൂബില് പാപ്പിയാ യൂട്യൂബേഴ്സ് കേരള യൂട്യൂബേഴ്സ് നമ്മള് പരിപാടിയൊക്കെ കഴിഞ്ഞ പോലെ. വണ്ടി എവിടെയാണ്? എന്നാടാ അത്? പള്ളിപ്പെരുന്നാളാ നിഖിലേ? പള്ളി തീർച്ച പള്ളിപ്പെരുന്നാളാ അത്? ഉല്ലാസേട്ടാ, എന്താണ് ആ ബസ്സിനെ കുറിച്ച് പറയാനുള്ളത്? നല്ല വണ്ടിയാണ്, നല്ല വണ്ടി. മറ്റേ ഇൻസ്റ്റയിലൊക്കെ നല്ല ഫേമസ് വണ്ടിയാണ്. അപ്പൊ ഗായ്സ്, നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. വണ്ടി താഴത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇനി വണ്ടി തീരാൻ പോവാ. ട്രിപ്പ് പഠിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് നാളെ എന്തായാലും ക്ലാസ് ഒന്നുമില്ല. പണിക്ക് പോകണം. ആകെ ഒരു ഞായറാഴ്ച കിട്ടും. നിശാനി കട്ടുണ്ട് ബടി കുർക്കം വിട്ടോ കേൾക്കാമീ ഞാനുണ്ട്